ഡെയിലി പ്രൊഡക്ടിവിറ്റി ഹാക്സ്, അതായത് ഒരു ദിവസം എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് സ്ട്രക്ചർ ചെയ്യാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഈ 24 മണിക്കൂർ, അതായത് ടൈം നന്നായിട്ട് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് തീർച്ചയായിട്ടും ആളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും എന്നുള്ളതാണ്. വെദർ ഇറ്റ് ഈസ് പേഴ്സണൽ ലൈഫ് ഓർ പ്രൊഫഷണൽ ലൈഫ്, എല്ലാത്തിനും സമയം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും നമ്മളെങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം, അത് എങ്ങനെയൊക്കെ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ സെഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ പ്ലാനിങ് എഫക്റ്റീവായ രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പഠനത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞ കാര്യം, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം എഴുതി വയ്ക്കാം. പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് മനസ്സിൽ ഓരോ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കും, പക്ഷെ പലപ്പോഴും മറന്നു പോകാറുണ്ട്, വിട്ടുപോകാറുണ്ട്, ചില കാര്യങ്ങൾ വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ 25% ഓഫ് യുവർ പ്രൊഡക്ടിവിറ്റി വിൽ ഇൻക്രീസ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തലേ ദിവസം, അതായത് നാളെ ചെയ്യാനുള്ള ഇന്നേ രാത്രി തന്നെ പ്ലാൻ ചെയ്യുക. ഇന്നേ രാത്രി തന്നെ അതിൻ്റെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, വിഷമിക്കണ്ട. പിറ്റേ ദിവസം എണീക്കുമ്പോൾ രാവിലത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ കഴിവതും തലേ ദിവസം തന്നെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് വിളിക്കേണ്ടത്, എവിടേക്കാണ് കാണേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്, എന്തൊക്കെ അപ്പോയിൻമെൻറ്റ്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെക്കുക. പറ്റിയില്ല വെച്ചാൽ പിറ്റേ ദിവസം കാലത്ത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 80-20 റൂളാണ്. ഈ 80-20 റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ടാസ്ക് പ്രയോറിറ്റൈസേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യുക. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ആ ടാസ്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടാസ്ക് ടിക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത്. അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം നമുക്ക് ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്കിൽ നിന്നായിരിക്കും നമുക്ക് ആ 20% കിട്ടുക, റിസൾട്ട് കിട്ടുന്നത്. സോ ദിസ് റിയലി മാറ്റേഴ്സ്. അപ്പോൾ ആ ടാസ്ക് പ്രയോറിറ്റൈസേഷൻ പലപ്പോഴും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ പ്രൊഡക്റ്റീവ് ആണെന്ന്. ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു ദിവസം ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റീവ് ആണെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയും അത് നമ്മൾ കറക്റ്റ് ടൈമിൽ തീർക്കുകയും ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അതാണ് 80-20 റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഫസ്റ്റ്. ഇതിനെ നമ്മൾ സിംഗിൾ ഹാൻഡ്ലിംഗ് എന്ന് പറയും. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ തന്നെ കൃത്യമായ രീതിയിൽ ചെയ്ത് തീർക്കുക. ഇതിനെ സിംഗിൾ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ടൈമർ ഫിക്സ് ചെയ്യുക. ആ ഒരു സമയത്ത് ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വേറെ എന്ത് കാര്യവും ചെയ്യാൻ നിങ്ങൾ പോകാൻ പാടുള്ളൂ. സോ ദീസ് ആർ ദ ഫ്യൂ പ്രൊഡക്ടിവിറ്റി ഹാക്സ് വിച്ച് ഹെൽപ്പ് യു ടു സ്ട്രക്ചർ ആൻഡ് പ്രൊഡക്റ്റീവ് ഡേ. ആ ഒരു നല്ലൊരു ഡേ സ്ട്രക്ചർ ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഇത് സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക.